കേരളത്തിൽ കുട്ടികളിൽ പ്രമേഹം രോഗം കാണുന്നത് വർദ്ധിച്ചു വരികയാണ്. പല കുട്ടികളും അശ്രദ്ധ കാരണം രോഗം മൂർച്ഛിച്ച് വളരെ ഗുരുതരമായി മരണം വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ഇൻസുലിൻ പമ്പ് ആണ് ഏറ്റവും നല്ല ചികിത്സാ മാർഗം എന്ന ഉപദേശമാണ് ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാരിച്ച ചെലവ് താങ്ങാൻ പല കുടുംബങ്ങൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയതുപോലെ തന്നെ ഇത് ആവശ്യമുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് സൗജന്യമായി നൽകണം എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറിക്ക് ഗവൺമെന്റ് അത് തീരുമാനമെടുക്കുന്ന സമയത്ത് 8 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കായിരുന്നു അതിന്റെ ചെലവ്. പക്ഷേ അതിന്റെ കമ്പനിക്കാരുമൊക്കെയായി ചർച്ച ചെയ്ത് ഓരോ ഐറ്റത്തിനും അതിന്റെ ചെലവ് കുറച്ചുകൊണ്ട് വന്ന് ഇന്നിപ്പം നമ്മൾ ചെയ്യുന്നത് 5 ലക്ഷം രൂപയ്ക്കാണ്. ഇതും ഈ ഇൻസുലിൻ പമ്പിന്റെ കാര്യത്തിലും അതിന്റെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് അതിന്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് വരുന്നതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കാൻ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിന്റെ ചാർജ് വഹിക്കുന്ന മന്ത്രി ഡോക്ടർ മുനീറിനെ ചുമതലപ്പെടുത്തി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയായിരിക്കും ഈ കാര്യം നടപ്പിലാക്കുന്നത്. FACTയുടെ കൈവശമുള്ള 150 ഏക്കർ ഭൂമി പെഡ്കോക്ക് ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്കായി എറണാകുളം ജില്ലാ കളക്ടർ നിശ്ചയിക്കുന്ന വില നൽകി വാങ്ങുന്നതിന് KSIDCക്ക് അനുമതി നൽകി. ഈ വിവരം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുന്നതാണ്. കേരള ലോക്കൽ ഗവൺമെന്റ് സർവീസ് ഡെലിവറി പ്രോജക്റ്റ് വേൾഡ് ബാങ്കിന്റെ ധനസഹായത്തോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 1195.8 കോടി രൂപയുടെ പ്രോജക്റ്റ്. അതിൽ 1039 കോടി രൂപ ചെലവഴിച്ചു. ഈ പ്രോജക്റ്റിന്റെ പൂർത്തീകരണത്തിന് കൂടുതൽ സമയം ചോദിച്ചുകൊണ്ട് ലോകബാങ്കിന് ഞാൻ കത്തെഴുതിയിരുന്നു. 2016 മാർച്ച് 31 തീരത്തക്ക വിധത്തിലായിരുന്നു. 2017 ജൂൺ വരെ അവര് എക്സ്റ്റൻഷൻ തന്നു. അതോടൊപ്പം ഡോളർ വിനിമയത്തിൽ മാറ്റം വന്നതിനാൽ അതിന്റെ ഫലമായിട്ട് 400 കോടി രൂപയുടെ അധികം നമുക്ക് ഈ പ്രോജക്റ്റിൽ ലഭ്യമാക്കുന്നതിന് ലോകബാങ്ക് അംഗീകരിച്ചു. ഈ കാര്യം സംബന്ധിച്ച ലോകബാങ്കിന്റെ ശ്രദ്ധയില് കൊണ്ടുവന്നിരുന്നു. ഞാൻ നേരിട്ട് കത്തെഴുതി എക്സ്റ്റൻഷന്റെ കാര്യവും ഈ ഡോളർ വിനിമയത്തിന്റെ ആനുകൂല്യം നമുക്ക് തരണം എന്നുള്ളത് രണ്ടും അവര് അംഗീകരിച്ചു. ഇന്ന് രാവിലെ അവരുടെ പ്രതിനിധികളുമായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഡോക്ടർ MK മുനീറും ഞാനും കൂടി അവരോട് സംസാരിച്ചു. ഈ അധികമായി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് പിന്നോക്ക പഞ്ചായത്തുകളുടെ അഭിവൃദ്ധിക്കും ട്രൈബൽ ക്ലസ്റ്റർ അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ കാലാവധി നീട്ടിയത് 30/6/2017 വരെയാണ്. എടമണ്ണയിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് അനുവദിച്ചു. തിരുവനന്തപുരം ചെറുവക്കൽ എനർജി മാനേജ്മെന്റ് സെന്ററിന് പാട്ടത്തിന് ഗവൺമെന്റ് നൽകിയ ഭൂമിയിൽ നിന്ന് 75 സെന്റ് സ്ഥലം ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും 25 സെന്റ് സ്ഥലം മലിനീകരണ നിയന്ത്രണ ബോർഡിനും നൽകാൻ തീരുമാനിച്ചു. കാർത്തികേയൻ ഫൗണ്ടേഷന് വർക്കലയിൽ 4.05 ഭൂമി നൽകി. വർക്കല ശിവഗിരിയിൽ ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിന്റെ കൈവശം ഇരിക്കുന്ന 14.446 ഭൂമി അവർക്ക് സൗജന്യമായി നൽകുന്നതിന് തീരുമാനിച്ചു. പട്ടം വില്ലേജിൽ സീഡിറ്റിന് 15 സെന്റ് ഭൂമിയും IT മിഷന് 45 സെന്റ് ഭൂമിയും നൽകുവാൻ തീരുമാനിച്ചു.